അടിമാലി ലക്ഷം വീട് നിവാസികൾ സ്വന്തമായി കിടപ്പാടത്തിനു വേണ്ടി നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 3 ദിവസം പിന്നിട്ടു. വീട് നഷ്ടപ്പെട്ട ഇവരെ വാടക വീട്ടിലേക്ക് മാറ്റിയെങ്കിലും വാടക കുടിശ്ശികയായി വന്നതോടെയാണ് സ്വന്തമായൊരു വീട് വേണമെന്ന ആവശ്യവുമായി 17 കുടുംബങ്ങൾ സമരവുമായി മുന്നോട്ടു വന്നത്. ഇന്നലെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, ദേവികുളം MLA F രാജയും സമരപന്തലിൽ എത്തി. സ്വന്തമായി കിടപ്പാടം വേണമെന്ന ആവശ്യവുമായാണ് അടിമാലി ലക്ഷം വീട്ടിലെ 17 കുടുംബങ്ങൾ സമരവുമായി തെരുവിലേക്കിറങ്ങിയത്. 8 മാസം മുമ്പ് അടിമാലി ലക്ഷം വീട്ടിന് സമീപം മണ്ണിടിഞ്ഞ് നിരവധി കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു. ഇതോടെ ഇവരെ വാടക വീട്ടിലേക്ക് ജില്ലാ ഭരണകൂടം മാറ്റി താമസിപ്പിച്ചു. എന്നാൽ വാടക കൃത്യസമയത്ത് കിട്ടാതെ വന്നതോടെ 3 മാസം മുമ്പ് ഇവർ റോഡ് നിർമ്മാണ കമ്പനിയുടെ യാർഡിനു മുൻവശത്തായി സമരം ചെയ്തിരുന്നു. സമരത്തെ തുടർന്ന് കുടിശ്ശിക വന്ന മുഴുവൻ വാടകയും നൽകി വീണ്ടും വാടക വീട്ടിലേക്ക് തന്നെ ഇവരെ തിരിച്ചയച്ചു. പിന്നീടും വാടക കുടിശ്ശിക മുടങ്ങിയതോടെയാണ് സ്വന്തമായൊരു വീട് വേണമെന്ന ആവശ്യവുമായി 17 കുടുംബങ്ങൾ സമരവുമായി വീണ്ടും മുന്നോട്ടു വന്നത്. തങ്ങൾക്ക് തരാമെന്നു പറഞ്ഞ വീടും സ്ഥലവും നൽകാതെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്നാണ് 17 കുടുംബങ്ങളുടെയും ആവശ്യം. ഞങ്ങളിന്ന് 3-ാം ദിവസം കടന്നിരിക്കുകയാണ് ഞങ്ങളുടെ സമരം. അതിന് ഈ 3 ദിവസമായിട്ടും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ടും ഇതുവരെ വന്നിട്ടില്ല. ഇന്നലെ MP ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. MPയുടെ ഭാഗത്തു നിന്നും നമ്മളോട് അനുകൂലമായൊരു തീരുമാനങ്ങളൊന്നും ഇതുവരെ അറിയിച്ചിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ തീരുമാനം എന്ത് തന്നെയായാലും അവർ ചർച്ച നടത്തുന്നുണ്ടെന്നാണ് MP പറഞ്ഞത്. അതിൻ്റെ കാര്യങ്ങൾ എന്ത് തന്നെയായാലും ഏത് പ്രതികൂല സാഹചര്യം വന്നാലും ഇതിനൊരു തീരുമാനം ഉണ്ടാവുന്നവരെ നമ്മൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ തയ്യാറായി തന്നെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാവണം. അപ്പോൾ നമ്മുടെ ജീവൻ കൊടുത്തും നമ്മുടെ മക്കളെ നമ്മുടെ ജീവൻ കൊടുത്താലേ ഇത് നമ്മുടെ മക്കളെ ഭാവി സുരക്ഷിതമാവുന്നുണ്ടെങ്കിൽ അതും തീരുമാനിച്ചിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. സമരത്തിന്റെ 2-ാം ദിവസം ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, ദേവികുളം MLA F രാജയും സമരപന്തലിലെത്തി. പുനരധിവാസം സംബന്ധിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുറച്ച് സമയമെടുക്കുമെന്ന് MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. എന്നാൽ വീട് ലഭ്യമാകാതെ സമരത്തിൽ നിന്നും പിന്മാറുകയില്ലെന്നാണ് ലക്ഷം വീട് നിവാസികൾ പറയുന്നത്. സിറ്റി വിഷൻ, അടിമാലി.